ഡോക്ടർ ജേക്കബ് ഫരീദ് ഇമാം എന്ന പലസ്തീൻ ബുദ്ധിജീവിയുടെ വിസ്മയിപ്പിക്കുന്ന പരിവർത്തനം ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഖുറാനിലെയും ബൈബിളിലെയും ആശയങ്ങൾ ഉയർന്ന വീട്ടിൽ നിന്നും നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞ ഇമാം ജേക്കബ് യേശുവെന്ന യഥാർത്ഥ വഴിയും സത്യവും കണ്ടെത്തിയ യാത്രകൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ക്രൈസ്തവ വിശ്വാസിയായ അമ്മയും ശക്തമായ മുസ്ലിം പാരമ്പര്യത്തിൽ കഴിയുന്ന പിതാവിന്റെ മകനായി വളർന്ന ജേക്കബ് ഫരീദ് ഇമാം എന്ന പലസ്തീൻ യുവാവിന്റെ ജീവിതം വിസ്മയിപ്പിക്കുന്നതാണ്. കുടുംബത്തിനുള്ളിലെ മതപരമായ വിഭജനം ജേക്കബിന് കാര്യമായ ആശയക്കുഴപ്പവും ചോദ്യങ്ങളും സൃഷ്ടിച്ചു. പിതാവ് പലസ്തീൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഇസ്ലാമിക വിശ്വാസിയായിരുന്നു. മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പിതാവ് കമ്പനികളുടെ പ്രവർത്തനം ശരിയത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നാരോപിച്ച് ജോലി ഉപേക്ഷിക്കുന്ന വിധത്തിൽ കർശനമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. പിതാവിന്റെയും അമ്മയുടെയും വിശ്വാസ വൈരുദ്ധ്യങ്ങൾ വീട്ടിലെ പ്രാർത്ഥനാ സമയത്തും ഭക്ഷണമേശയിലും വരെ അനുഭവിച്ച ജേക്കബിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ദൈവം ഒന്നാണോ? വിശ്വാസം എന്തിന്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ജേക്കബിന്റെ ചെറിയ മനസ്സിനെ കുഴപ്പത്തിലാക്കി. 16-ാം വയസ്സോടെ ഈ സംഘർഷങ്ങൾ അവനെ മതങ്ങളിൽ നിന്ന് അകറ്റി. മതങ്ങൾ മനുഷ്യനിർമ്മിതമാണ് എന്നവൻ ചിന്തിച്ചു. ലോകത്തെ യുക്തിബോധത്തോടെ മാത്രം നോക്കിക്കൊണ്ടായിരുന്നു പിന്നീടുള്ള ജീവിതം. വിവിധ ഭാഷകളിൽ പ്രാവീണ്യവും പാണ്ഡിത്യവും നേടിയ ജേക്കബ് അറബി, ലാറ്റിൻ, ഗ്രീക്ക്, പുരാതന ഹീബ്രു എന്നിവ പോലും സംസാരിക്കാൻ വൈദഗ്ധ്യം നേടി. ഗ്രീക്ക് ചിന്തകൾ, റോമൻ ഗ്രന്ഥങ്ങൾ, പ്ലേറ്റോയുടെ ആശയങ്ങൾ തുടങ്ങിയവയിൽ അറിവ് നേടി. ജേക്കബിന്റെ ജീവിതം മുന്നോട്ടുപോയി. സുഹൃത്തുക്കൾ, പഠനം, കരിയർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലൊരു വിങ്ങലായി ഒരു ചോദ്യം ഉയർന്നുകൊണ്ടിരുന്നു. സത്യദൈവം ആരാണ്? സത്യദൈവത്തെ താൻ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഈ ചോദ്യം മതപരവും ദാർശനികവുമായ കാര്യങ്ങളിൽ കൂടുതൽ ജിജ്ഞാസ പുലർത്താൻ ഇടയാക്കി. മതങ്ങളെ താരതമ്യ പഠനത്തിന് വിധേയമാക്കി. അറബി, ലാറ്റിൻ, ഗ്രീക്ക്, പുരാതന ഹീബ്രു എന്നീ ഭാഷകളിലെ വൈദഗ്ധ്യം താരതമ്യ മതപഠനങ്ങളിൽ അദ്ദേഹത്തിന് പിന്തുണയായി. വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോയപ്പോൾ ജേക്കബ് വിവിധ മതങ്ങളിലുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. അവരിൽ ചിലർ ക്രൈസ്തവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ കണ്ട വിശ്വാസത്തിന്റെ ലാളിത്യം, സ്നേഹത്തിന്റെ ശക്തി, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുള്ള ആത്മബന്ധം ജേക്കബിനെ ഏറെ ആകർഷിച്ചു. ഒരു ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹത്തെ ഒരു ആരാധനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു. ആരാധനയ്ക്കിടെ മുഴങ്ങിയ തിരുവചനങ്ങൾ വിശ്വാസത്തിന്റെ വിശാലമായ വാതായനങ്ങളിലേക്കാണ് ജേക്കബിന്റെ വഴി തുറന്നത്. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന യേശുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തുളച്ച് കടന്നുപോയി. ആ വിങ്ങലുകൾ യേശുവിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് ജേക്കബിനെ എടുത്തെറിയുകയായിരുന്നു. ശാസ്ത്രവും വിശ്വാസവും ചരിത്രവും പാരമ്പര്യങ്ങളും പുസ്തകങ്ങളായി വായനമേശയിലേക്ക് ഒഴുകിയെത്തി. ബൈബിളിലെ യാക്കോബിന്റെ ലേഖനം ക്രൈസ്തവ വിശ്വാസത്തെ അനിഷേധ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് ജേക്കബിനെ നയിച്ചു. ആദ്യം വിവിധ ക്രൈസ്തവ സഭകളിലേക്കും പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിലേക്കും ഡോക്ടർ ജേക്കബ് ഫരീദ് ഇമാം കടന്നുവന്നു. ചരിത്രപരവും ഏറ്റവും വിശ്വസ്തവുമായ ക്രിസ്തീയ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നത് കത്തോലിക്ക സഭയാണെന്ന നിഗമനത്തിലേക്ക് സഭാ ചരിത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം അദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു. അതേസമയം ഈ യാത്രയിൽ കടുത്ത ഇസ്ലാം മത വിശ്വാസിയായിരുന്ന ജേക്കബിന്റെ പിതാവിന്റെ ജീവിതവും മാറിമറിഞ്ഞു. മരണത്തിന് ആഴ്ചകൾക്ക് മുൻപ് പിതാവ് രോഗബാധിതനായി. ജേക്കബ് പിതാവിനോട് ബൈബിളിലെ മടങ്ങിയെത്തിയ മകന്റെ കഥ പറഞ്ഞു. ദൈവം നമ്മുടെ പിതാവാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു. പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവിടുത്തെ ഉപേക്ഷിച്ചു, പക്ഷേ അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. യേശു എന്റെ രക്ഷകനാണ്. ആഴ്ചകൾക്ക് ശേഷം പിതാവ് ക്രിസ്തുവിനെ സ്വീകരിച്ചു. പിതാവിന്റെ സ്നേഹം യേശുവിലൂടെ എല്ലാവരെയും സ്വീകരിക്കുന്നുവെന്ന വിശ്വാസത്തെ സ്വന്തം പിതാവിലൂടെ ജേക്കബിന് മുന്നിൽ ആവർത്തിച്ചുറപ്പിക്കപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയുടെ തെളിവായി ഇത് മാറി. ഡോക്ടർ ജേക്കബ് ഇമാം ന്യൂ പൊളിറ്റി എന്ന പ്രസ്ഥാനത്തിന്റെ സഹസ്ഥാപകനാണ്. ഇവിടെ കത്തോലിക്ക ആശയങ്ങൾ അടിസ്ഥാനമാക്കി ആധുനിക രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും പഠിപ്പിക്കുന്നു. ഒഹായോയിലെ സ്റ്റ്യൂബൻവില്ലയിൽ കോളേജ് ഓഫ് സെയിന്റ് ജോസഫ് ദ വർക്കർ സ്ഥാപിച്ചു. വിദ്യാഭ്യാസം, ജോലി, വിശ്വാസം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കത്തോലിക്ക കോളേജ്. വിദ്യാർത്ഥികൾ ഇവിടെ നീതിയും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം നിർമ്മിക്കാൻ പഠിക്കുന്നു. അതേസമയം ജേക്കബിന്റെ ഈ മാറ്റം എളുപ്പമായിരുന്നില്ല. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എന്നാൽ ജേക്കബ് നേരിട്ട വെല്ലുവിളികൾ അവന്റെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ക്രിസ്തുവിനെ പിന്തുടരുന്നത് വിലയില്ലാത്ത കാര്യമല്ല, പക്ഷേ അവന്റെ സ്നേഹം എല്ലാറ്റിനും അപ്പുറമാണെന്ന് ജേക്കബ് വ്യക്തമാക്കുന്നു. ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. അവന്റെ സ്നേഹം എല്ലാ ഭയങ്ങളെയും മറികടക്കുന്നു എന്ന് ഡോക്ടർ ജേക്കബ് ഇമാം ലോകത്തോട് തന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് വിളിച്ചു പറയുകയാണ്.